ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ലൈറ്റ് റൂമിൻ്റെ പുതിയൊരു വീഡിയോ. ഇതൊരു കിളി ഇങ്ങനെ ഒരു ചെറിയ പ്രാണീനെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതൊക്കെ മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ പെടുന്നതാണ്. ഇതൊന്നും പ്രൊഫഷണൽ ക്യാമറയിലല്ല, മൊബൈൽ ഫോട്ടോഗ്രാഫിയാണ്. മൊബൈൽ ഒപ്പോ ഫൈൻഡ് X9 അൾട്ര. നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. ആദ്യം ആസ് യൂഷ്വൽ നമ്മൾ പോകുന്നത് എഡിറ്റിൻ്റെ ലൈറ്റ്സിലേക്കാണ്. ലൈറ്റ്സ് പൊട്ടിക്ക് കൂട്ടി ലൈറ്റ്സ് കൂട്ടണം, കാരണം കുറച്ച് അതിലൊരു ലൈറ്റ് കുറവുണ്ട് ആ ഫോട്ടോയിൽ. സോ നമ്മൾ ലൈറ്റ് കൂട്ടി, അതിനുശേഷം കോൺട്രാസ്റ്റ് കുറയ്ക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഹൈലൈറ്റ്സ് കൂട്ടുന്നില്ല, കുറച്ചു ഷേഡോസ്, കുറച്ച് ഡെപ്ത് കുറച്ചു. എനിക്ക് കിളിയുടെ കണ്ണ് കിട്ടുമോ നോക്കണം. കണ്ണ് കിട്ടില്ല, കാരണം അവിടെ പാറ്റയുടെ ചിറക് നിൽക്കുന്നതുകൊണ്ട് കണ്ണ് കിട്ടില്ല. എന്നാലും ഞാൻ ഷേഡോസ് കുറച്ചു, ആ പാറ്റയുടെ ചിറക് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ വൈറ്റ് കുറച്ച് കൂട്ടി, കാരണം കിളിയുടെ മേത്ത് കുറച്ച് വൈറ്റൊക്കെ ഉണ്ട്. വൈറ്റ് കുറച്ച് കൂട്ടി, കുറയ്ക്കല്ല, തെറ്റി പറഞ്ഞു, ഇടയ്ക്ക് തെറ്റൊക്കെ പറയും, ക്ഷമിക്കണം. വീണ്ടും നമ്മൾ ബ്ലാക്ക് ഡെപ്ത് കുറച്ച് കൂട്ടിയിട്ടുണ്ട്, കാരണം കുറച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രെങ്ത്ത് കുറയും. ഇനിയാണ് ഏറ്റവും മേജർ ഭാഗം, ദാറ്റ് ഈസ് കർവിൽ നമ്മളെപ്പോഴും കളിക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വളവിൽ സൂക്ഷിക്കണം എന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ് ഈ കർവ് പടത്തിൽ. ഈ പച്ച അല്ലെങ്കിൽ ഹൈലൈറ്റുകൾ ഇതൊക്കെ കർവിൽ കറക്റ്റ് പിടിച്ചില്ലെങ്കിൽ ചിത്രം ഒന്നിനും കൊള്ളാണ്ടാവും. ഇത്രയ്ക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു മെന വന്നു, കുറച്ച് സിനിമാറ്റിക്കായി. പച്ചയമ ഒന്നും ചെയ്യണ്ട, പച്ച റെയറായിട്ട് നമുക്ക് പച്ചയമ വല്ല കളി കളിക്കേണ്ടി വരുള്ളൂ. കൂടുതലും ആ റെഡും വൈറ്റും പിന്നെ ഈ ബ്ലൂ ആണ്. ഈ ബ്ലൂവും എന്താ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ, ചില പടത്തിൽ ബ്ലൂ തൊട്ട് കഴിഞ്ഞാൽ പടത്തിൻ്റെ ഒരു ബലം കുറയും. ഇതിൽ ഞാൻ കുറച്ചിട്ട് ഞാൻ വേറൊരു ടോണാക്കിയ പച്ചേനെ ഒരു ഇത്തിരി ബ്ലൂയിഷ് ഗ്രീൻ ആക്കിയിട്ടുണ്ട്. സോ ആദ്യത്തെ പടം ചേഞ്ച് ചെയ്ത പടം കുറച്ച് ബ്രൈറ്ററാക്കി, കുറച്ച് ഗ്രീൻ സ്ട്രെങ്ത്ത് കൊടുത്തു. നെക്സ്റ്റ് കളറിലേക്ക് പോയി നമ്മൾ. ഇതൊരു വലിയ ഏരിയ ആണ്. ഈ കളറിൽ കളിക്കുമ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് തോന്നും. ഇത് കണ്ടോ, ഇത് ഫുള്ള് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കിളിക്ക് നല്ല സെപ്പറേഷൻ കിട്ടും. പക്ഷേ അതൊരു ഊള ഐഡിയ ആണ്, കാരണം വാഴയുടെ ഇലയൊക്കെ മഞ്ഞപ്പിത്തം വന്ന പോലെ ഇരിക്കും. സോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്തിട്ട് കണ്ടോ, അവിടെ കുറയ്ക്കുമ്പോൾ കിളിയുടെ ഫെദറിൻ്റെ ഒക്കെ കളർ മാറും. അത് പാടില്ല, കാരണം അതാണ് മെയിൻ സബ്ജക്റ്റ്. അതിനെ നോവിച്ചിട്ടുള്ളൊരു പരിപാടി നമ്മൾ ചെയ്യാൻ പാടില്ല. കിളിയുടെ മേത്തൊക്കെ ചുമപ്പുണ്ട്, സോ ആ ചുമപ്പൊക്കെ മാറുന്നുണ്ട്. ഈ പച്ച നമുക്കൊരു പണിയാണ്, പക്ഷേ അതിന് വേറെ കുറച്ച് കഴിഞ്ഞിട്ടൊരു സ്റ്റേജിൽ നമുക്ക് ഈ പച്ചേനെ ശരിയാക്കാൻ പറ്റും. നമുക്ക് അവിടേക്ക് പോവാം പതുക്കെ. അപ്പം അത് കഴിഞ്ഞു. ഇനി ബ്ലറാണ്. ആക്ച്വലി ലൈറ്റ് റൂമിൻ്റെ ഈ വേർഷനിൽ ബ്ലറൊക്കെ തരികിട പരിപാടിയാണ്. ഞാൻ എന്തായാലും ബ്ലർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പെയ്ഡ് എടുത്താലും ബഗ് എന്ന് പറഞ്ഞ സാധനം കണ്ടമാനം വരുന്നുണ്ട് ലൈറ്റ് റൂമിൽ. അഡോബ് അത് എപ്പോഴും റെക്ടിഫൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓക്കെ ആവും തോന്നുന്നു എൻ്റെ പോക്ക് കണ്ടിട്ട്. കാരണം ആ വാഴയുടെ അതിലൊക്കെ നമുക്കൊന്ന് ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ പടം ജാതി സെറ്റാവും. ലൈറ്റ് റൂമിൻ്റെ ഡിറ്റക്ഷൻ അടിപൊളി കേട്ടോ. ഇത് പെയ്ഡ് വെർഷനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ക്രാക്കൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇതിപ്പോൾ അതല്ല, ഒറിജിനലി ഞാൻ വാങ്ങിച്ചിരിക്കുകയാണ്. സോ വാഴയുടെ ഇലൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്ലറല്ല, കാരണം വാഴയുടെ ഇല എപ്പോഴും ഡിറ്റക്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയ്ക്കും ബ്ലർ വയ്ക്കുന്നില്ല. ഒരു മെക്കാനിസം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കത്. അത് ഞാൻ കുറച്ച് ബ്ലർ കുറച്ചു. എന്നിട്ട് ഇവിടെയാണ് നമുക്കിനി ഒരു പണിയുള്ളത്. സെറ്റാക്കി ഇനി ഡീറ്റെയിൽ എടുത്തു, ഷാർപ്പനിങ് കുറച്ച് കൂട്ടി, നോയ്സ് കുറച്ചു. നോക്കൂ, ഇത്രയ്ക്കായി. ആദ്യത്തെ പടം, ഇത് പുതിയ പടം. ഇനിയാണ് നമുക്ക് മെയിൻ ഏരിയ, അതായത് മാസ്കിങ്, സെലക്റ്റീവ്, ഈ ഏരിയ. ഇതിൽ ഞാൻ ആദ്യം സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ വടിയും, എൻ്റെ ഒരു തോന്നൽ വെച്ചിട്ട് ആ വടിയും കിളിയും സെലക്ട് ആവും, അല്ലെങ്കിൽ കിളി മാത്രം സെലക്ട് ആവും.
അടിപൊളി. അത് അഡോബ് പൊരിച്ചു. ഇനി നമുക്ക് ആ കിളീനെ ഒറ്റയ്ക്കെടുക്കാം. അത് ആ ഷേഡോ അങ്ങോട്ട് കുറയ്ക്കുന്നതോടുകൂടി ആ കിളി കൃത്യം നെഞ്ച് വിരിച്ച് പുറത്തേക്ക് വരും. ഇവിടേക്കാണ് പോസ്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ സാധ്യതകൾ നമ്മൾ തേടണത്. കണ്ടോ, ഇപ്പോൾ ആ കിളീനെ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടി. ഇനി നമ്മൾ വീണ്ടും അതെടുത്തിട്ട് സെലക്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെലക്റ്റായി. ഇനി അവിടെ നമ്മൾ ലൈറ്റ് കുറയ്ക്കും. അവിടെ ലൈറ്റ് കുറയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കിളീനെ വെട്ടിമുറിച്ച പോലെ മുമ്പിലിരിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ കുറച്ച് പരിപാടികൾ ചെയ്യണം. ഹൈലൈറ്റ് കുറച്ച് കൂട്ടണം. അവിടെയും ഷാഡോസിൻ്റെ ഇത് കുറയ്ക്കണം. അവിടെ ഒരു ഇരുണ്ട് നിൽക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ വെട്ടിക്കൊണ്ട് വെച്ച പോലെ നിൽക്കാൻ പാടില്ല. ആക്ച്വലി കുറേ സാധ്യതകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കളറൊക്കെ വേറെ മൊത്തം വേറെ ടോണിലേക്കൊക്കെ പോവാം. പക്ഷെ അപ്പോഴൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യാം. എനിക്ക് ഈ പച്ച ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ദിസ് ഗ്രീൻ. ഗംഭീരമായില്ലേ നോക്കി. ഇപ്പോഴാണ് ഇത് വേറെ ലെവലിലേക്ക് പോയത്. ഇപ്പോഴും കിളീനോട് ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ട്. സോ കിളിയുടെ ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് കുറയ്ക്കണം. കിളീനെടുത്തിട്ട് ഇത്രയ്ക്ക് ബ്രൈറ്റ്നെസ് മതി കിളിക്ക്. അടിപൊളി. ഇനി ഒന്ന് ക്രോപ്പ് ചെയ്ത് ഇതിൻ്റെ റൂൾ ഓഫ് തേർഡിലേക്ക് ഒന്ന് സെറ്റാക്കി. റൂൾ ഓഫ് തേർഡൊക്കെ അറിയാലോ. അതായത് ഒരു ഫോട്ടോൻ്റെ ഏതാണ്ട് ഈ ഭാഗത്ത് ഒബ്ജക്റ്റ് വരുന്നതാണ്. ഇത് ഇങ്ങനെ കൊണ്ടാക്കരുത്. ഇതൊരു പൊട്ട പരിപാടിയാണ്. ഇങ്ങനെ ഫോട്ടോ വയ്ക്കണം. നോക്ക്, ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ. അത് കണ്ട, ഇങ്ങനെ വരണത് ഒരു ഭംഗിയില്ല. സോ എപ്പോഴും ഒബ്ജക്റ്റിന് ഇവിടെ വയ്ക്കാം. ആ പോയിൻ്റുകളുണ്ടല്ലോ, അവിടേക്കാണ് ഐസൈറ്റ് ഏറ്റവും അധികം വരിക എന്നാണ് ഇതൊക്കെ കണ്ടുപിടിച്ചവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ചു. അടിപൊളിയായില്ലേ ഫോട്ടോ? ഇനി നമുക്ക് പിന്നെ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബിഫോർ എവിടെ? ബിഫോർ ആഫ്റ്റർ. സോ ബൈ, ഹാപ്പി വാച്ചിങ്. അപ്പം ലൈറ്റ് റൂം പഠിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ കൂടിക്കോ. കിടക്കാൻ പരിപാടി പറഞ്ഞുതരാം.